ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു വീക്കെൻഡ് എങ്ങനെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ പോകാൻ പോകുന്നത് മാളിലോട്ടാണ്. അപ്പോൾ മാളിൽ പോകാനായിട്ട് നമ്മൾ റെഡി ആവുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി റെഡിയായി. എന്നെ നോക്ക് ഗൈസ്, ഞാൻ ആദ്യമേ റെഡി ആയിട്ടുണ്ട്. അമ്മു ഇതാ റെഡി ആവുന്നതേ ഉള്ളൂ. പോസ്റ്റ് ആക്കുവാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അമ്മു, ഇന്ന് എന്തൊക്കെയാണ് പരിപാടി അവിടെ പോയിട്ട്? ഓക്കെ, അപ്പോൾ ഇന്ന് ബൗളിങ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത്തവണ നീ ജയിക്കോ ഞാൻ ചെയ്യോ? ഓക്കെ ഗൈസ്, അപ്പോൾ വെല്ലുവിളിയാണ്. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാബ് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഒരു 5 മിനിറ്റ് സമയമാണ് പറയുന്നത്. ഇനിയിപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ക്യാബ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടും ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മൾ മാളെത്തിയിട്ടുണ്ട്. മാളിൻ്റെ പാർക്കിങ്ങിലാണ്. ഇനിയിപ്പം മാളിൻ്റെ അകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഗൈസ്, ഇത് നമ്മളെ നാട്ടിൽ ലുലു മാൾ പോലെ അല്ല, കുറച്ചുകൂടെ വലിയ മാളാണ്. ഇവിടെ നിറയെ ഷോപ്പാണ്. പക്ഷേ അല്ല, അവരല്ലേ ഇവിടെ ഒന്ന് കാണണം, ഇവിടെ ഒന്ന് നോക്കട്ടെ. ലുലു മാൾ വലുതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു പാർക്കിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. ഇപ്പം ആ ചേച്ചീനെ തള്ളിയിട്ടേന്. ഇവര് തൂക്കുമ്പോൾ ഇവര് ഫ്ലോർ മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ, നടക്കുന്ന ആൾക്കാരെ നോക്കാറില്ല. കൊച്ചു പിള്ളേരൊക്കെ കൊണ്ടുവന്ന തൂത്തെറിയൊരിക്കല്ലേ. ഇന്ന് നല്ല തിരക്കാണ് ഗൈസ്. കാര്യം വീക്കെൻഡ് അല്ലേ. വീക്കെൻഡ് ആണ്ട് നമ്മളെപ്പോലെ തന്നെ എല്ലാവരും വീട്ടിലിരിക്കാതെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. അമ്മ അവിടെ തന്നെ ട്രാഫിക് എന്നും പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. നാളെ ഇറങ്ങിയാൽ മതി. ഇവിടെ സൺഡേ അത്യാവശ്യം നല്ല റോഡൊക്കെ കാലിയായിരിക്കും. അതുപോലെ മാളിലും വലിയ തിരക്കൊന്നും കാണത്തില്ല. പക്ഷേ സാറ്റർഡേ നല്ല തിരക്കായിരിക്കും. ഈ ഒരു കണ്ണാടി നോക്കണം. കാര്യം എൻ്റെ സ്പെക്ക് നിങ്ങൾക്ക് തന്നെ കണ്ണാടി അറിയാം. ഇത് ലെൻസ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ്. ലെൻസ്കാർട്ടിൻ്റെ ഏറ്റവും ജോൺ ജേക്കബ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡാണ്. പക്ഷേ ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോയി. അറിയാൻ വയ്യ, 1 വർഷം പോലും ആയില്ല. ഒരു 6-7 മാസം ആയിട്ടേ ഉള്ളൂ. അമ്മ എന്നെ എന്നും കിടന്ന് ചീത്തോളിയാണ്, ഞാൻ കൂടെ കണ്ണാടി മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണാടി ഒന്ന് നോക്കാൻ കയറാം. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കയറാം. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന റെയ്ബാനിൽ കയറാമെന്നിങ്ങനെ വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഗൈസ്, ഇതെങ്ങനെയുണ്ട് ഉള്ളൂല്ലേ? ഇപ്പോൾ ഈ മോഡൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇത്. ഗൈസ്, ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ നല്ല പ്രൈസ് ആവും ഗൈസ്. സ്റ്റാർട്ടിങ് തന്നെ 6000-7000ഒക്കെയാണ്. പക്ഷേ ലെൻസ്കാർട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ലെൻസ്കാർട്ടിൽ നമ്മൾ 1000-2000 കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കുന്നത്. ലെൻസ്കാർട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രെയിം 5000-6000 ഇന്ത്യയായി. പക്ഷേ ഈ 5000-6000 ഇന്ത്യക്ക് ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ ഫ്രെയിം കിട്ടും. പക്ഷേ അത് നല്ല ഫ്രെയിം ആയിരിക്കും. പക്ഷേ ഇത് 5000 രൂപയ്ക്ക് നമുക്ക് 2 ഫ്രെയിം കിട്ടും. പക്ഷേ നമുക്ക് ഒരു ഉപയോഗമില്ല ഗൈസ്. കാര്യം 6 മാസം കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ എടുത്തത്. ഫ്രണ്ടിൻ്റെ ഫ്രെയിമും പോയി, എൻ്റെതും പോയി. അപ്പം വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്ന ഒരു ബ്രാൻഡ് ഒരെണ്ണം വാങ്ങിക്കാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. നോക്കാം, ബാക്കിയുള്ള കുറച്ചുകൂടെ ഒരു ഐ സ്പെക്ക് ബ്രാൻഡിൽ കുറച്ചുകൂടെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെയൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ. ഇനി നമ്മൾ ബൗളിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആര് ജയിക്കുമോ എന്നുള്ള, അപ്പോൾ അതിന് പോകാൻ പോവുകയാണ്. ജയിക്കുമോ? ഇനി നമുക്ക് വലിയ കളികൾ മാത്രം. ടൈം സോണിലാണ്, ഇവിടെയാണ് നമ്മൾ ബൗളിംഗ് ചെയ്യാൻ പോകുന്നത്. വുമൻസ് ഡേ പ്രമാണിച്ച് ഓഫറുണ്ട് ഗൈസ്. ഇതാണ് ഓഫർ. പിന്നെ നമ്മളതൊന്നും ചെയ്യുന്നില്ല, കാര്യം നമുക്ക് അത്രയും പൈസക്ക് എടുക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. 5ാമത്തെ ഇതിലോട്ടാണ് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ കയറി അമ്മതാ പോകുന്നു. ഒക്കെയായി ഞാനും അവളും തമ്മിൽ അംഗം. ഞാനാണ് സൈസ് തുടക്കം. അപ്പോൾ 8ആണ് എൻ്റെ സൈസ്. 8ആണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അറിയാം. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി അമ്മുവിന്റെ അംഗമാണ്. അങ്ങനെ ഞാൻ 6 സ്കോർ ചെയ്തു ഗൈസ്. 6. ഞാൻ അടുത്ത് അമ്മ പോവുകയാണ്. എന്താവുമെന്ന് അറിയില്ല. 7ആണ് അവളുടെ സൈസ്. 7ഒക്കെ എടുത്തിട്ടുണ്ട്. പോവുകയാണ്. എന്താവോ എന്തോ. പോയി ഗൈസ്, പോയി.
പോയി ഗൈസ്. ഞാൻ അടുത്ത അംഗത്തിന് പോവുകയാണ്. ഒരു കളി കൂടെ ഉണ്ട്. അതായത് ഒരു റോയിൽ 2 കളിയാണ് വരുന്നത്. അപ്പൊ ഇനി അടുത്ത റോയിലാണ്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ള് കിട്ടും. ഇത് ഇടുമെന്ന് തോന്നുന്നു ഗൈസ്. ഓ മൈ ഗോഡ്. അങ്ങനെ ആദ്യത്തെ ആയിട്ട് സെയിം ആണ് ഗൈസ്. അങ്ങനെ അമ്മ അടുത്തത് ഇടുന്നുണ്ട് ഗൈസ്. 3-4 എണ്ണായി, പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പോയെന്നാ തോന്നുന്നു ഗൈസ്. ഒന്ന് കിട്ടി. പക്ഷേ എന്റെ കൂടെ എത്താൻ പറ്റില്ല ഗൈസ്. എനിക്ക് 21 പോയിന്റ്, 13 പോയിന്റേ ഉള്ളൂ. വേണ്ട. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? പക്ഷെ സ്കോർ ബോർഡ് കാണുന്നുണ്ടോ? അങ്ങനെ എത്തിക്കണല്ലേ, കാണിച്ചു തരാമേ. ജയിക്കുമോ? കിട്ടുമോ? ഇത് പോകുമോ? ഗൈസ്, ഇത് മൊത്തം കിട്ടോ ഗൈസ്? കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? പറയൂ. താങ്കളുടെ അഭിപ്രായത്തിന് വെയിറ്റിംഗ് ആണ്. ഒരു കളി കളിച്ചാലും ഞാൻ ജയിക്കും ഗൈസ്. കോൺഫിഡന്റ് ആണ്. നീയോ? പോ. സ്കോർ ബോർഡ് കാണുന്നുണ്ടോ? അമ്മ 8 നിലയിൽ പൊട്ടി ഗൈസ്. നമുക്ക് എന്തിനു പറ്റിയെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ എന്നെ 8 നിലയിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ 6-7 പോയിന്റ്, മുകളിൽ ഇത്ര 20-30 പോയിന്റ് ഞാൻ കൂടാത്ര ചെയ്തെന്നാണ് ഗൈസ് ഇപ്പൊ പറയുന്നത്. അവസാനത്തതാണ് അമ്മ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അമ്മു നല്ല ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വയ്യ. പോയിന്റ് കാണുന്നുണ്ടോ? എന്റെ ഡേയാണെന്ന് തോന്നുന്നു. ഇത് കിട്ടും ഗൈസ്. ഇത് കിട്ടും. 2 പോവിക്കാറ്. അങ്ങനെ ഞാൻ ജയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? കൂടോത്ര. നീ ജയിക്കോ ഞാൻ ചെയ്യും? അങ്ങനെ ഇന്നത്തെ ബൗളിങ് കഴിഞ്ഞു ഗൈസ്. ഇതായിരിക്കുന്നു, പിണങ്ങിയിരിക്കുന്നു ഗൈസ്. ഞാനല്ലല്ലോ നിന്നെ പൊട്ടിച്ചത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കൂടോത്ര ചെയ്തില്ല സത്യമായിട്ട്. ഞാൻ തോറ്റു തരാനാണ് ഗൈസ് ഇപ്പൊ പറയുന്നത്. വേണമെങ്കിൽ ഒരു കളി ഞാൻ കളിച്ചിട്ട് തോറ്റു തരാം. ഈ ചലഞ്ച് എന്നാലും ഞാൻ ജയിച്ചിട്ടുണ്ട് ഇല്ലേ? എന്ത് പേര് മാറ്റി കൊടുത്തില്ല. ഇനി അങ്ങനെ പറ ഗൈസ്. ഇപ്പൊ പറയുന്ന പേര് മാറ്റി കൊടുത്തെന്നാണ് ഗൈസ്. പേര് മാറ്റി കൊടുത്തെന്ന്. തോറ്റ് ഗൈസ്. ഞാൻ ജയിച്ചു. അടുത്ത പോവാ. അടുത്തതിനും പോയി തോക്കാനല്ലേ? വാ പോവാ. എന്നെ മിക്കാറും കുനിച്ചെടുത്ത് ഇടിക്കും ഗൈസ്. ഇല്ല. ചുമ്മാ പാവാണ് ഗൈസ്, പാവം. അപ്പൊ ഗൈസ്, ഇവർക്ക് ഈ ഒരു മെഷീനില് ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഡയറി മിൽക്ക് എടുക്കാൻ. അമ്മ അപ്പൊ എത്ര ഡയറി മിൽക്ക് എടുക്കും? എടുത്ത് വരൂലേ? എനിക്ക് തിന്നാൻ കൊതിയാവേണ്. എടുത്തു തരണോ ഗൈസ്? എനിക്ക് തിന്നാൻ കൊതിയാവുന്നോണ്ട് എടുത്ത് തരയാണ്. നോക്കാം നമുക്ക്. തൊട്ടോ ഗൈസ്. അപ്പോ എനിക്കിഷ്ടം ഇതെടുക്കാം ഗൈസ്. ഇതാണ് എനിക്കിഷ്ടം. ഇതാകുമ്പോ നല്ല നമുക്ക് മറ്റേ റോസ്റ്റ് ആൽമണ്ട് ഉണ്ട്. അപ്പൊ ഭയങ്കര സ്കില്ലാണ് ഗൈസ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ കാടരച്ചു. കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വയ്യ. Come on, you can. അത് തിരിഞ്ഞ് വന്നാലേ കിട്ടത്തുള്ളൂ ഗൈസ്. അതാണ് അവളിങ്ങനെ തിരിക്കാൻ നോക്കുന്നത്. പക്ഷെ തിരിഞ്ഞ് വരുന്നില്ല. ഈ സമയം 10 സെക്കൻഡ് ഇവിടെ ഉള്ളൂ. തിരിഞ്ഞ് വരുന്നില്ലല്ലേ ഗൈസ്? ഇതൊക്കെ സ്കാമാണ് ഗൈസ്. ഇതൊന്നും വരില്ല. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വാവ് കുൽഫിയാണ്. ഇവിടത്തെ ഗൈസ് എനിക്കൊരു അഞ്ചീറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അതാണ്. ഇത് അടിപൊളിയാണ് ഗൈസ്. 5 ഫില്ലിങ്സ് ആണ് വരുന്നത്. നമ്മൾ ബ്ലാക്ക് കറണ്ട് ഫോണാണ് വരുന്നത്. വലുത് തന്നെ എടുത്താ? വലുത് തന്നെ അടി. മീഡിയം സൈസാണ് വന്നിരിക്കുന്നത്. അമൂലിനാണ്.
അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേസ് വരുന്നത്. ബ്ലാക്ക് ആണ് ഔട്ട്. സ്പ്രിംഗ് പൊട്ടാറ്റോ വേണോ? എവിടെയാ അത്? സ്പ്രിംഗ് പൊട്ടാറ്റോ കഴിക്കുന്ന സാധനമായിട്ട് വരികയാണ് സ്പ്രിങ്കിൾസ്. ഇവിടെ എന്താണെന്നോ വേറെന്തോ വരാനാണ് എന്നോട് പറയുന്നത്. സ്പ്രിങ്കിൾസ് ആണ്. കഴിക്ക്. ഭയങ്കര ഇഷ്ടമാണ് കേസ് ഇങ്ങനത്തെ കറമുറ തിന്നുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാണ്ട് കഴിക്കുന്ന നോക്കി. കഴിക്ക്. നല്ല മണം കേട്ടാ ആ സോസിന്. ഉത്സവപ്പറമ്പിൽ വാങ്ങിക്കുമ്പോ അത്ര ക്വാളിറ്റിയെ കാണത്തുള്ളൂ. ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടോ തോന്നല്ലേ? നമ്മുടെ മേക്കിങ്ങിൽ എല്ലാത്തിലും നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഞാനും ഒരെണ്ണം ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സൂപ്പർ സാധനം എന്ന് പറഞ്ഞു. അടിപൊളിയാണ്. സാധനങ്ങളെല്ലാം കുറയ്ക്കാൻ മേടിച്ചു. അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന വഴിയാണ്. അതിന്റെ ക്ഷീണമുണ്ട് തിന്നതിന്റെ. അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നടന്നിട്ട് ഇനിയിപ്പോൾ ചെറിയൊരു മാർക്കറ്റ് പോലുള്ളൊരു സംഭവം ഉണ്ട് ഇവിടെ. മാളിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ മാർക്കറ്റിലോട്ട് പോകണം. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചേച്ചിയുടെ അടുത്ത് നിന്നൊരു സാധനം വാങ്ങിക്കാറുണ്ട്. അത്യാവശ്യം നല്ല പെർഫ്യൂം, അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഇതെല്ലാം നമുക്ക് ആക്ച്വലി ഒരു ക്ലാസ് എടുത്ത് തന്നിട്ടാണ് അവർ വിൽക്കുന്നത്. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യണം, നമ്മളെ സ്കിൻ ടോണിന് ചേരുന്ന ഏതാണെന്നെല്ലാം പറഞ്ഞു തരും. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. അടുത്ത ഇവിടെ കമ്മൽ കൊണ്ട് അങ്ങനെ കമ്മൽ മേടിക്കാൻ കയറി. അങ്ങനെ ഒരു കമ്മലാണ് ഗൈസ് വാങ്ങിക്കിട്ടാന്ന് ചോദിച്ചത്. ഇപ്പോൾ 2 എണ്ണം ആ ഒരു പാത്രത്തിലാക്കി. അവർ പാത്രം കൊടുത്തു 2 എണ്ണം എടുത്തുകൊണ്ട്. ഇനിയിപ്പോൾ അവൾ ഈ പാത്രം നിറയ്ക്കുമെന്ന് തോന്നുന്നു. പാത്രം നിറയ്ക്കുമോ? റിയലി? പാത്രം നിറയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഗൈസ് സാധനങ്ങൾ മേടിച്ചു. കമ്മൽ കണ്ടപ്പോൾ ഇതാ വീണ്ടും പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു നമ്മളിതാ പോകുന്നു. നമ്മൾ പോകുന്നില്ല ഗൈസ്, ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. പോവാമോ പോവാ. നല്ല കമ്മലാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് കമ്മലുണ്ട് ഗൈസ്. വാങ്ങിച്ച് നമ്മൾ റെയ്ബാനിൽ കണ്ട സെയിം സാധനം. ബ്രാൻഡ് ലോഗോ മാത്രം മാറിയിട്ടേ ഉള്ളൂ. എങ്ങനെ കൊള്ളാവോ? 3900 രൂപ. കൊള്ളാമോ? കൊള്ളാം. ഇപ്പോഴത്തെ ട്രെൻഡാണ്. എത്ര രൂപയാണെന്ന് ഗസ് ചെയ്യാമോ? 29 രൂപ. 29,000. 29,590 രൂപ. ചേരുന്നില്ലല്ലേ? എല്ലാരും നീ വാങ്ങിക്കായിരുന്നല്ലേ? ഇവിടെ വെച്ചിരുന്നത് ഇവിടെ. നമുക്കിവിടെ മിക്സ് ആക്കാം. ഇത് കൊള്ളാല്ലേ? ഗുച്ചി 1 ലക്ഷം രൂപയാണോ എന്തോ 13,000. കൊള്ളാം കേട്ടാ. അടിപൊളിയല്ലേ? ചോദിച്ചോക്കാം റേറ്റ് എത്രയാന്ന് ചോദിച്ചോക്കാം. എക്സ്ക്യൂസ് മീ, इसका रेट कितना है? शिवम गुच्ची का प्राइस चेक करो सिस्टम में. 31,000 के आसपास है. 31. 31,000 അവർ ചെക്ക് ചെയ്യുന്നു സിസ്റ്റത്തിൽ. വിചാരിച്ചത്ര വിലയില്ല ഗൈസ്, ചീപ്പറാണ്. ഗുച്ചിയാണ് 19,000 രൂപയുള്ളൂ. 19,000. ഫാസ്റ്റ് ട്രാക്ക് അല്ലേ? ഇത് എടുത്തോണ്ട് വരട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സാലറി സ്ലിപ്പാണോ? 29. കണ്ണാടിയൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ലെൻസ് കാർഡിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ടൈറ്റൻ ആണെന്ന് തോന്നുന്നു.
പിന്നെ ആ അമ്മു എനിക്ക് റൈബാൻ ഒരെണ്ണം എടുത്ത് തന്നിട്ടുണ്ട്. അമ്മ വാങ്ങിച്ചു തരുമെന്ന് തോന്നുന്നു കേട്ടോ റൈബാൻ. ഇല്ലേ അമ്മു? ഇല്ലേ വാങ്ങിച്ചു തരുമല്ലേ? ക്രെഡിറ്റ് കാർഡ് നിന്റെ അല്ലേ ഉരക്കട്ടെ? എന്റെ കാർഡ് വേണോ? എന്റെ കാർഡിൽ നിന്ന് അവള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ് എനിക്കിപ്പോ എന്റെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഈ ഫ്രെയിം കിട്ടും. എന്റെ ഇൻഷുറൻസിലാണ് ഉള്ളതാ. അപ്പോൾ OPD ക്ലെയിം എന്ന് പറയും. അപ്പോൾ അത് അതിന് ക്രെഡിറ്റ് ആയോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. ഞാൻ ഇത് അങ്ങനെ മേടിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. 4500 രൂപയ്ക്ക് എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഇനിയിപ്പോൾ അത് നോക്കണം. അത് ഇനിയിപ്പോൾ ഈ വർഷത്തെ ഇത് ക്രെഡിറ്റ് ആയെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണാടി അങ്ങ് തൂക്കാൻ പറ്റും. പിന്നെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് തന്നെ കുറച്ച് പൈസ കൊടുത്തെടുക്കാൻ പറ്റും. നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു മാള് കണ്ട് നമ്മൾ തളർന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു മാളിലോട്ട് പോകാൻ പോവുകയാണ്. ഒന്നുമില്ല, ഭയങ്കര ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് നടന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയാൽ മതി. അതായത് ഒരു 100 മീറ്ററിൻ്റെ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന മാളാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാളിലോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ കറങ്ങി തീർന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ കിടന്ന് കറങ്ങിയ മാള്. ഈ മാളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് അവിടെ കാണുന്ന മാളിലോട്ടാണ്. ഇത് സീസൺ മാള്. അതുപോലെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഓപ്പോസിറ്റ് നേരെ അവിടെ ഒരു കുറച്ച് പൂക്കളൊക്കെ കാണുന്ന ഇതാണ് അടുത്ത മാള്. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നു. ഈ മാളിൻ്റെ ബാക്കിയാണ് അങ്ങറ്റം വരെ കാണുന്നത്. ഗൈസ്, അങ്ങനെ വലിയൊരു കടമ്പ കടന്നു. ആ റോഡ് ക്രോസ് ചെയ്തു. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മാളിനകത്തുള്ള എൻട്രിയാണ് ഗൈസ്. അതുപോലെ പുറത്തുള്ള ആ ഒരു ബ്ലോക്കാണ് കാണുന്നത് നിങ്ങൾ. ഇവിടെ നിന്നാണ് നമ്മൾ ക്രോസ് ചെയ്ത് വന്നത്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത മാളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് അടുത്ത മാൾ. മയിലുണ്ട്. മയിലിന് ഇതാണ് ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമൽ മാളിൽ കാണുന്ന പോലുള്ള വെസ്റ്റ് സൈഡ് അപ്പുറത്തെ മാളിൽ എന്തൊക്കെ ഐറ്റങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. ഗൈസ്, ഇവിടെ എന്തോ മ്യൂസിക് ഷോ എന്തോ നടക്കുവാണ്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. എന്തോ പരിപാടിയാണ് ഗൈസ്. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കാണ് ഗൈസ്. എന്നൊക്കെ ഇവിടെ നിന്ന് വിടണം. കുഴപ്പമില്ല. ഇതല്ലേ അതുപോലെ തന്നെ ഗൈസ്. വിഷൻ എക്സ്പ്രസ്സിലാണ് കയറിയത്. കൊള്ളായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിംസ് ആണ്. അമ്മ 2-3 സെലക്ട് ചെയ്തു അല്ലേ? ഗൈസ്, ഈ ഒരു KFC ബ്രാൻഡിന് പ്രത്യേകത ഉണ്ട്. ഇവിടെ മെയിനായിട്ടും നമുക്കൊരു ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള, അതായത് സംസാരിക്കാൻ പറ്റാത്ത അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഗൈസ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കായിട്ടുള്ള സൈൻ ലാംഗ്വേജ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് പരിപാടി. നമ്മളിങ്ങനെ മേളിൽ കയറി ഗൈസ്. മിക്കുള്ളവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ ആരും ഇല്ല. ഇവിടെ അറിയുന്ന 2-3 ആൾക്കാർ മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ. പരിപാടിയൊക്കെ കൊള്ളാൻ തോന്നുന്നു. കാര്യം നിറയെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ആളുണ്ട് ഗൈസ്. എന്നെ കാണാം. അത്യാവശ്യം നല്ലോണം പാട്ടൊക്കെ പാടുന്നുണ്ട്. ഏതോ വലിയ ടീമാണ്, പക്ഷെ നമുക്കറിയത്തില്ല ഗൈസ്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള പോലെയല്ല. ഇത് പൂനെയുള്ള ആരോ ആണ്. ആൾക്കാരൊക്കെ ഉണ്ട്. അമ്മ ഭയങ്കരമായിട്ട് പാട്ട് മനസ്സിലായില്ലെങ്കിലും നല്ലപോലെ മനസ്സിലായതുപോലെ നിൽക്കുന്നുണ്ട്. എന്തിനാണ് അമ്മ പാട്ടിന്റെ അർത്ഥം? സപ്പോർട്ട് ചെയ്യാനല്ലേ. ഇത് ഗൈസ്, അവിടെ നമ്മൾ ആ മാളിന്റെ ഒരു പാട്ടും ഇവിടെ വേറൊരു പാട്ടാണ്. അതേപോലെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. അതിന്റെ ഇടയിലാണ് ഈ ഒരു പരിപാടി നടക്കാറുള്ളത്. അവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ പരിപാടി നടത്തുവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ തളർന്നു. ഇവിടെ നിന്ന് ടയേർഡായി, നല്ലപോലെ ടയേർഡായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് റൂമിൽ പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നമുക്ക് ഇവിടെ കയറാം. ഓക്കെ, നമ്മളിവിടെ ലാപ്പിനോസ് പിസ്സ. നമുക്ക് ഇതുവരെ നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചതേ ഉള്ളൂ അല്ലേ. നമ്മൾ ഇതുവരെ പോയിരുന്ന് കഴിച്ചില്ല, ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ ലാപ്പിനോസ് പിസ്സയിലാണ് ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. ലാപ്പിനോസിൽ അത്യാവശ്യം ഡോമിനോസിനെയും കാട്ടി. ഇവിടുത്തെ ഡോമിനോസ് ഗൈസ് ഒന്നും പറയാനില്ല. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കാണത്തില്ല. അവന്മാര് എന്തിനാണ് അതിൻ്റെ അത് ചേർക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ നാട്ടിലെ KFC, നമ്മുടെ കേരളത്തിലെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ KFC ആയാലും അതുപോലെ തന്നെ ഡോമിനോസിലെ അടിപൊളിയാണ്. പക്ഷെ ഇവിടെ വന്ന ഗൈസ് ഇതിനെയും കാട്ടിയും കൂറ സാധനങ്ങൾ വേറെ ഇല്ല. KFC ആണ് കുറച്ചുകൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. എന്നാലും ഇവിടെ വേറൊരു മാളുണ്ട്. അവിടെ പോയി എന്ന് KFC കഴിച്ചാലും ഗൈസ് പണി കിട്ടും. പിന്നെ 2 ദിവസം പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല. എന്നിട്ടാണെന്ന് അറിയാൻ വയ്യ.
ഞാൻ അങ്ങനെ FSSAI എന്ന് പറയുന്ന അവരെ എന്തോ ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവർക്ക് തന്നെ കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ അവർക്കെതിരെ ആക്ഷനൊക്കെ വന്നായിരുന്നു. അതിൻ്റെ നോട്ടീസോ എന്തൊക്കെയോ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് തുറന്നു നോക്കിയില്ല ഇതുവരെ. കംപ്ലൈൻറ്റ് എന്തായാലും ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇനി മിക്കവാറും അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് വന്നത്. എന്തിനാണെന്ന് അറിയാൻ വയ്യ. നമ്മളങ്ങനെ ലാപ്പിനോസ് പിസ്സ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. അങ്ങനെ ഓർഡർ ചെയ്തു. ഇനി ഓർഡറിനായിട്ട് വെയിറ്റിംഗ്. നമ്മള് മാളിലല്ലാതെ ഇവിടെ പുറത്തൊന്നും കഴിക്കും. സത്യം, നമുക്ക് ഓപ്പോസിറ്റ് മാൾ വ്യൂ ഉണ്ട്. സിനിമയുടെ റിവ്യൂ കണ്ടപ്പോൾ പ്ലാൻ എല്ലാം മാറ്റി കഴിച്ചു. സിനിമ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകണം. സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഗൈസ്. ബൈ ഓൺ ഗെറ്റ് ഓൺ ഓഫറുള്ള കാർഡ് നോക്കിയാണ് ബുക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കഷ്ടപ്പാടാണ് ഒരു സിനിമ കാണാൻ. അങ്ങനെ ഫുഡ് വന്നു ഗൈസ്. അപ്പോൾ കണ്ടോ കണ്ണിലെ തിളക്കം കാണുന്നുണ്ട് ഗൈസ്. സമയം വളരെ കുറവാണ് ഗൈസ്. 9:17. നമുക്ക് 10:15 നമ്മളൊരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാളിൻ്റെ അകത്താണ് വരുന്നത്. ഗൈസ് ഒറ്റ മൈൻഡ് അങ്ങനെ സൈൻ പോളിസിൽ നമ്മൾ സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് Audi 5-ലാണ്. ഇതൊക്കെയാണ് ഫുഡ് കോർട്ട്. ഇവിടെ ഫുഡ് കോർട്ട് നിറയുണ്ട് ഗൈസ്, നിറയെ ഓപ്ഷൻസ് ഉണ്ട്. Audi 5-ലാണ് നമ്മുടെ സിനിമ. ഇതാണ് സംഭവം അധ്യായം 1. ഇതാണ് പടം. ബൈ. ഇനിയിപ്പം പടം കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ സംഭവം ചാപ്റ്റർ 1 സിനിമ കണ്ടു. അടിപൊളിയാണ് ഗൈസ്, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ പോയി നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് കണ്ടോ. നിങ്ങൾ ഒരു റിവ്യൂ നോക്കണ്ട, ഒരു ഫീഡ്ബാക്ക് ഒന്നും നോക്കണ്ട, ബ്ലൈൻഡ് ആയിട്ട് പോയി കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അമ്മാതിരി പടമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കണ്ട് ഒറ്റ മൈൻഡ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ നിന്ന മാളിന് തൊട്ടടുത്തല്ലേ, തൊട്ടടുത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത മാളുണ്ടായിരുന്നു. നമ്മൾ പോയാൽ അവിടെ ആയിരുന്നു മൂവി റണ്ണിങ് ആയിരുന്നു. നമുക്ക് 1 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പോകുന്ന സ്പോട്ടിൽ തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പടത്തിന് കയറി ഗൈസ്. ഒരു രക്ഷയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ, നിങ്ങളെ പൈസ വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഇതുവരെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇനി അടുത്ത ദിവസം കാണാം. അബ്സരിക്കും. ബൈ.